ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ബേസ്ഡ് ക്ലാസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതിൽ പറഞ്ഞ പോലെ മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ മുൻ വീഡിയോകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബ്ലോക്കും ഇതൊക്കെ പറയാം. നാലാമത്തെ ബ്ലോക്കിൽ പിന്നെ ഫസ്റ്റ് യൂണിറ്റ് എന്നാണ് സോഷ്യൽ ഗ്രൂപ്പുകളെക്കുറിച്ചാണ്. സാമൂഹിക ഗ്രൂപ്പുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ വാട്ട് ആർ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് 2 മാർക്കിന് ചോദിക്കും. വിച്ച് ആർ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. ഏതൊക്കെയാണ് സാമൂഹിക ഗ്രൂപ്പുകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്നാണ്. 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് 2 അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്. 2 അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഒരു ഗ്രൂപ്പ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രത്യേക ബന്ധവും പരസ്പര ഇടപഴകലുകളും ഉണ്ടാകും. മൂന്നാമത്തത്, ഗ്രൂപ്പ് അംഗങ്ങൾ പൊതുവായ താല്പര്യങ്ങളും പൊതുവിശ്വാസങ്ങളും പങ്കിടും. നാലാമത്തത്, അംഗങ്ങൾക്കിടയിൽ പരസ്പര അവബോധം ഉണ്ടാകും. അതാണ് 4 ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പാണ്. സാമൂഹിക ഗ്രൂപ്പുകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു 10-11 പോയിന്റുകളുണ്ട് കേട്ടോ. ഒന്നാമത്തത്, സംഘം അല്ലെങ്കിൽ ഗ്രൂപ്പ് വ്യക്തികളുടെ കൂട്ടായ്മയായിരിക്കും. രണ്ടാമത്തത്, അംഗങ്ങൾ പരസ്പരം ഇടപഴകുന്നവരായിരിക്കും. മൂന്നാമത്തത്, പരസ്പരം താല്പര്യങ്ങൾ പങ്കുവെക്കുകയും പൊതുവായൊരു ലക്ഷ്യം രൂപപ്പെടുത്തുകയും ചെയ്യും. 4, പൊതുവികാരം പങ്കിടുന്നവരായിരിക്കും. 5, സമാന സ്വഭാവമുള്ള എന്നാൽ ഒരേ സ്വഭാവമുള്ള ആളുകളായിരിക്കും. 6, പൊതു അവബോധമുള്ളവർ ആയിരിക്കും. അതായത് പൊതു അവബോധം എന്നാൽ ഇതിനെക്കുറിച്ചും പ്രത്യേക അറിവുള്ളവരായിരിക്കും. 7, ഗ്രൂപ്പിനൊരു നിശ്ചിത വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പിന്നെ നമ്മളോട് അതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പിന് ഒരു നിശ്ചിത വലിപ്പം ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള 2 അംഗങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പ് ഡാഷ് എന്നറിയപ്പെടുന്നു എന്ന് 1 പേര്. ഡയാഡാണ് കേട്ടോ. ഡയാഡാണെന്ന് വിളിക്കുന്നത്. അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഗ്രൂപ്പിൻ്റെ വലിപ്പത്തിലും സ്ഥിരതയിലും വ്യത്യാസം വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഡയാഡാണ് 2 അംഗങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഡയാഡ് കേട്ടോ. അപ്പോൾ 8, ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ അംഗങ്ങളും അതിനെ അംഗീകരിക്കുന്നു. 9, ഗ്രൂപ്പ് സാമൂഹിക നിയന്ത്രണം പരിശീലിപ്പിക്കുന്നു. 10, ഗ്രൂപ്പുകൾ സ്വഭാവത്തിൽ ചലനാത്മകമാണെന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. 11, ലാസ്റ്റത്തത്, കുടുംബം പോലെയുള്ള ചില ഗ്രൂപ്പുകൾ സ്ഥിരമാണ്. ചലനാത്മകമാണെന്ന് പറയുമ്പോൾ എല്ലാം മാറുന്നതല്ല, കുടുംബം പോലെയുള്ളതെന്നും ഏറെക്കുറെ സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇതാണ് ഒരു ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിതിൽ അടുത്ത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സാണ്. സാമൂഹിക ഗ്രൂപ്പുകളുടെ വർഗീകരണം. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എണ്ണാൻ കഴിയാത്തത്ര ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. പക്ഷേ തുല്യമായ 2 ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടമാനം ഗ്രൂപ്പുകളുണ്ടെങ്കിലും തുല്യമായ 2 സാമൂഹിക ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയില്ല. വലിപ്പം, തൊഴിൽ, ഭൂപ്രദേശം, അംഗത്വം, ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളുടെ പ്രകൃതം, അതിൻ്റെ സംഘടന, ഘടന, ഇടപഴകലിൻ്റെ പ്രകൃതം എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ സോഷ്യോളജിസ്റ്റുകൾ ഗ്രൂപ്പുകളെ പല രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ബന്ധത്തിൻ്റെ വ്യാപ്തി അടിസ്ഥാനപ്പെടുത്തി ഗ്രൂപ്പുകളെ 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതാണ് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും കേട്ടോ. അപ്പം ഇനി ആരാണ് ഈ പ്രൈമറി ഗ്രൂപ്പ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് നോക്കാം. ചാൾസ് ഹോട്ടൺ കൂലെ 1909 പ്രസിദ്ധീകരിച്ച സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന പേര് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലാണ് പ്രാഥമിക ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് സൂചിപ്പിച്ചത്. അതിൽ അദ്ദേഹം സെക്കൻഡറി ഗ്രൂപ്പ് എന്ന സങ്കല്പം അന്നില്ല, അത് പിന്നീടാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ ചാൾസ് ഹോട്ടൺ കൂലി ഏത് ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളൂ, പ്രാഥമിക ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നീട് രൂപപ്പെട്ടു വരുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് പ്രൈമറി ഗ്രൂപ്പ് നോക്കുക. അടുപ്പം അതുപോലെ മുഖാമുഖ ബന്ധവുമുള്ള ഗ്രൂപ്പുകളാണ് പ്രാഥമിക ഗ്രൂപ്പുകൾ. ജീവിതത്തിൽ കുട്ടിക്കാലത്ത് തുടങ്ങി ഏറെക്കുറെ ജീവിതകാലം മുഴുവൻ നമ്മെ സ്വാധീനിക്കുന്ന ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ അണുകുടുംബം, സമപ്രായക്കാരുടെ സംഘങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഈ പ്രൈമറി ഗ്രൂപ്പിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്സ്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1, ഗ്രൂപ്പിന് ചെറിയ വലിപ്പമേ ഉണ്ടാകൂ.
രണ്ടാമത്തത് മുഖാമുഖ ബന്ധം, ശാരീരിക സാമീപ്യം എന്നിവ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കാൻ കഴിയും. മൂന്നാമത്തത് വ്യക്തിബന്ധങ്ങൾ, പൊതു അവബോധ, അടുപ്പം എന്നിവ ഉണ്ടായിരിക്കും. 4 വൈകാരിക ബന്ധം നിലനിർത്തും, അനൗപചാരിക ഘടനയായിരിക്കും. അഞ്ചാമത്തത് നീണ്ടു നിൽക്കുന്ന ബന്ധമായിരിക്കും. 6 പൊതു താല്പര്യമുണ്ടായിരിക്കും, ഗ്രൂപ്പിൻ്റെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. 7 ഒരേ പശ്ചാത്തലവും ഒരേ അനുഭവവും ഉള്ളവരായിരിക്കും. ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഒരേ പശ്ചാത്തലവും ഒരേ അനുഭവവും ഉള്ള ആളുകളായിരിക്കും. ഇനി എന്തൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നോക്കുക. സാമൂഹ്യവൽക്കരണം പ്രാഥമിക ഗ്രൂപ്പുകളിലാണ് നടക്കുക. വിജയകരമായ സാമൂഹിക ജീവിതത്തിന് പ്രാഥമിക ഗ്രൂപ്പുകൾ സഹായിക്കും. പ്രാഥമിക സംഘം അല്ലെങ്കിൽ പ്രാഥമിക ഗ്രൂപ്പുകൾ അതിലെ അംഗങ്ങൾക്ക് വൈകാരിക പിന്തുണയും സുരക്ഷയും കൊടുക്കും. പിന്നെ വ്യക്തികളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാഥമിക സംഘം ഉപകാരപ്രദമാണ്. സാമൂഹിക നിയമങ്ങൾ, നിലവാരം, വിശ്വാസങ്ങൾ, ധാർമ്മികത, ത്യാഗം, സഹാനുഭൂതി, സഹകരണം, സംസ്കാരം, മൂല്യങ്ങൾ തുടങ്ങി പരസ്പരം ഇടപഴകാനുള്ള എല്ലാ സ്വഭാവങ്ങളുടെ ആദ്യ പാഠം ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്രാഥമിക ഗ്രൂപ്പുകളിൽ നിന്നാണ്. വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും പെരുമാറ്റങ്ങളെയും ബന്ധങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് ഒരു സാമൂഹ്യ നിയന്ത്രണ ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്നു. പക്ഷേ ചിലപ്പോഴെങ്കിലും ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങളും ഉണ്ടാവാറുണ്ട്. പൊതു താല്പര്യങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളും പങ്കിടുന്ന ജനങ്ങളുടെ ചെറിയ ഗ്രൂപ്പാണ് പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയാണ് ഇതിൽ വരുന്നത്, പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നത്. ഇനി സെക്കൻഡറി ഗ്രൂപ്പ് എന്താ നോക്കാം. പ്രാഥമിക ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകളാണ് ഒരു സെക്കൻഡറി ഗ്രൂപ്പിനുള്ളത്. വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ സെക്കൻഡറി ഗ്രൂപ്പിനൊരു ഉദാഹരണമാണ്. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, വ്യക്തിപരമായ ബന്ധവും അടുപ്പവും കുറവായിട്ടുള്ള ഗ്രൂപ്പുകളാണ് സെക്കൻഡറി ഗ്രൂപ്പുകൾ. ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ വ്യക്തിപരമായ ബന്ധവും അടുപ്പവും കുറവായിരിക്കില്ല. അപ്പോൾ വ്യക്തിപരമായ അടുപ്പവും ബന്ധവും കുറവായിട്ടുള്ള ആളുകളാണ് ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടാവുക. പ്രാഥമിക ഗ്രൂപ്പുകളായി താരതമ്യം ചെയ്യുമ്പോൾ സെക്കൻഡറി ഗ്രൂപ്പ് കൂടുതൽ ഔപചാരികവും വ്യക്തിത്വമില്ലാത്തതും പരസ്പരം പരിമിതമായ ബന്ധങ്ങൾ മാത്രമുള്ളതുമായിരിക്കും ഒരു സെക്കൻഡറി ഗ്രൂപ്പ്. അത് നേരെ വിപരീതമാണ് ഒരു പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം നമുക്ക്. ഒന്നാമത്തത്, ഒരു സെക്കൻഡറി ബന്ധം മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ, അതായത് വ്യക്തിത്വ ബന്ധമില്ലാത്ത ഔപചാരിക ഗ്രൂപ്പായിരിക്കും എന്നർത്ഥം. രണ്ടാമത്, ഇതിലെ അംഗത്വം വേണമെങ്കിൽ എടുത്താൽ മതി. സെക്കൻഡറി ഗ്രൂപ്പിലെ അംഗത്വം വേണമെങ്കിൽ, കുടുംബത്തിലെ അംഗത്വം നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രാഥമിക ഗ്രൂപ്പിലെ അംഗത്വം നിർബന്ധമാണ്. സെക്കൻഡറി ഗ്രൂപ്പിലെ അംഗത്വം വേണമെങ്കിൽ എടുത്താൽ മതി. 3 ലക്ഷ്യം നേടാനായി അംഗങ്ങൾ സഹകരിക്കുന്നു. 4 പരോക്ഷമായ ആശയവിനിമയമേ ഉണ്ടാവുള്ളൂ. അതായത് അങ്ങനെ അടുത്തൊരു ഇടപഴകൽ ഉണ്ടാവില്ല എന്നർത്ഥം. 5 വലിപ്പം സാധാരണയായി വലുതായിരിക്കും. 6 അംഗങ്ങൾ ലോകത്തെമ്പാടുമായി ചിതറിക്കിടക്കും. 7 ഔപചാരികവും സംഘടിതവുമായ രൂപം ഉണ്ടായിരിക്കും. 8 വ്യക്തിത്വത്തിൽ പരിമിതമായ സ്വാധീനമേ ഉണ്ടാവൂ. 9 ഒരു സെക്കൻഡറി ഗ്രൂപ്പിനുള്ളിലെ ഇടപെടലിൻ്റെ പ്രകൃതം ഔപചാരികവും താൽക്കാലികവും പ്രത്യേക സ്വഭാവമുള്ളതുമായിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞില്ലേ, അതേപോലെ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ നോക്കുക. ആളുകൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പരസ്പരം കണ്ടുമുട്ടും. ഒരു വ്യക്തിക്ക് ധാരാളം അവസരങ്ങളും നേട്ടങ്ങളും പരിഗണനകളും അത് പ്രദാനം ചെയ്യും. വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക, വാണിജ്യ തലങ്ങളിൽ സെക്കൻഡറി ഗ്രൂപ്പുകൾ പരിചിതമാണ്. പൊതുവായ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ നേടാനായി മാത്രം രൂപീകരിക്കുന്നവയാണ് പല സെക്കൻഡറി ഗ്രൂപ്പുകൾ. ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസിൽ പറയേണ്ടത്. ഇനി നമ്മളോട് ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 2 കോളത്തിലാക്കി പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് നമുക്ക് കൊടുക്കാം. എന്താണ്? ഒന്ന്, പ്രൈമറി ഗ്രൂപ്പിലാണെങ്കിൽ വലുപ്പം ചെറുതാണ്, അതേസമയം സെക്കൻഡറി ഗ്രൂപ്പിലോ വലിപ്പം സാധാരണയായി വലുതാണ്. രണ്ടാമത്, പ്രൈമറി ഗ്രൂപ്പ് ഭൂമിശാസ്ത്രപരമായ പ്രദേശം പരിമിതമായിരിക്കും, എന്നാൽ അംഗങ്ങൾ ലോകത്തെമ്പാടും ചിതറിക്കിടക്കും. എവിടെ? സെക്കൻഡറി ഗ്രൂപ്പിൽ. മൂന്നാമത്തെ, പ്രൈമറി ഗ്രൂപ്പിൽ അംഗങ്ങൾ നേരിട്ട് പരസ്പരം സഹകരിക്കുന്നവരായിരിക്കും, എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിൽ അംഗങ്ങൾ ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രം സഹകരിക്കുന്നവരായിരിക്കും. ഇനി പ്രൈമറി ഗ്രൂപ്പിലെ 4ാമത്തെ പോയിന്റ്, അനൗപചാരിക ഘടനയായിരിക്കും, എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിന് ഔപചാരിക ഘടനയായിരിക്കും. പ്രൈമറി ഗ്രൂപ്പിന് അനൗപചാരിക അധികാരമേ ഉണ്ടാവൂ, എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിൽ ഔപചാരിക അധികാരമാണ് ഉണ്ടായിരിക്കുക. പ്രൈമറി ഗ്രൂപ്പിൽ മുഖാമുഖ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ അംഗങ്ങളുടെ പെരുമാറ്റ ഔപചാരിക നിയമങ്ങൾ നിയന്ത്രിക്കും. 7ാമത്തത്, പ്രൈമറി ഗ്രൂപ്പിൽ വൈകാരിക അടുപ്പം ഉണ്ടാകും, വൈകാരിക അടുപ്പം ഇല്ല എവിടെ? സെക്കൻഡറി ഗ്രൂപ്പിൽ. 8ാമത്തത്, പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണം കൊടുക്കുകയാണ്. പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണമാണ് കുടുംബവും സമപ്രായക്കാരുടെ സംഘവും. എന്നാൽ
സെക്കൻഡറി ഗ്രൂപ്പിന് ഉദാഹരണമാണ് ട്രേഡ് യൂണിയനുകളും പൊളിറ്റിക്കൽ പാർട്ടികളും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന രീതിയിലുള്ള തരംതിരിവ്. ഇനി വേറെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഇതിന് സോഷ്യൽ ഗ്രൂപ്പിന്. അതിൽ സോഷ്യോളജിസ്റ്റായ വില്യം സംനർ ഗ്രൂപ്പുകളെ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആരാണ്? വില്യം സംനർ, സോഷ്യോളജിസ്റ്റായ വില്യം സംനർ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് എന്നിങ്ങനെ ഗ്രൂപ്പുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലെന്താണ് ഇനി ഇൻ ഗ്രൂപ്പ്സ് നോക്കുക? വ്യക്തി സ്വയം തിരിച്ചറിയുന്ന ഗ്രൂപ്പുകൾ അവൻ്റെ ഇൻ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പുകളിൽ അംഗങ്ങൾക്കിടയിൽ അടുപ്പം, സഹതാപം, വാത്സല്യം എന്നിവ ഉണ്ടാവും. സംഘത്തിൽ, അതായത് ആ ഗ്രൂപ്പിൽ അംഗങ്ങൾക്ക് ഞങ്ങൾ എന്ന ശക്തമായൊരു ബോധം, ഒരു വികാരം ഉണ്ടായിരിക്കും. കുടുംബം, മതവും ഈ ഗ്രൂപ്പിന് ഉദാഹരണങ്ങളാണ്. ഇനി ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ, അവർ മറ്റുള്ളവർ, അവർ എന്നൊക്കെയുള്ള വിളിപ്പേര് വരുന്ന തരം ഗ്രൂപ്പുകളാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിസ്സംഗത, ഒഴിവാക്കൽ, മത്സരം മുതലായ നമുക്ക് തോന്നുന്ന വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടും. ഇതാണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ഡിവൈഡിങ് കേട്ടോ. അപ്പോൾ അതിൽ ആരാണ് അതിൻ്റെ ആൾ? വില്യം സംനറാണ് കേട്ടോ. ഇനി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പുണ്ട്. എന്താണ്? തിരശ്ചീന ഗ്രൂപ്പുകളും ലംബ ഗ്രൂപ്പുകളും. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ്, തിരശ്ചീന ഗ്രൂപ്പുകളും ലംബ ഗ്രൂപ്പുകളും. അപ്പോൾ എന്താണ്? സോറോക്കിൻ അതുപോലെ മില്ലർ, ആരൊക്കെയാണ്? സോറോക്കിനും മില്ലറുമാണ് ഗ്രൂപ്പുകളെ തിരശ്ചീന ഗ്രൂപ്പുകൾ, ലംബ ഗ്രൂപ്പുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്താ നോക്കുക? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ തിരശ്ചീന ഗ്രൂപ്പ്. ഒരു സാമൂഹിക തലത്തിൽ നിന്ന് മാത്രം അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണത് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരേ ലെവലിലായിരിക്കില്ല, അതാണ് തിരശ്ചീനമായിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഗ്രൂപ്പുകൾ ഈ ഹൊറിസോണ്ടൽ ഗ്രൂപ്പിനൊരു ഉദാഹരണമാണ്. ഇനി വെർട്ടിക്കലോ, ലംബ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ, ജീവിതത്തിൻ്റെ നാനാ തുറകളിലുമുള്ള അംഗങ്ങൾ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വിവിധ ക്ലാസ്സുകളിലെയും സാമ്പത്തിക തലത്തിലെയും വ്യക്തികൾ ലംബ ഗ്രൂപ്പുകളായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ അതിന് ഉദാഹരണങ്ങളായിട്ട് കണക്കാക്കും. ഇനി മറ്റൊരു ഗ്രൂപ്പാണ് റഫറൻസ് ഗ്രൂപ്പ്. ഇത് മാത്രമേ 2 മാർക്കിന് ചോദിക്കട്ടെ ചിലപ്പോൾ. റഫറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് എഴുതാൻ, ഒരു വ്യക്തി സ്വന്തം അവസ്ഥയോ പെരുമാറ്റമോ വിലയിരുത്തുന്ന ഗ്രൂപ്പാണ് റഫറൻസ് ഗ്രൂപ്പ്. ഈ റഫറൻസ് ഗ്രൂപ്പിനെ ആദ്യമായിട്ട് നിർവചിച്ചത് മുസഫർ ഷെരീഫാണ്. ആരാണ്? മുസഫർ ഷെരീഫാണ് റഫറൻസ് ഗ്രൂപ്പിനെ നിർവചിച്ചത്. താരതമ്യത്തിനുള്ള അടിസ്ഥാനമായി റഫറൻസ് ഗ്രൂപ്പ് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ റോബർട്ട് കെ മർട്ടനാണ് റഫറൻസ് ഗ്രൂപ്പ് എന്ന ആശയം കൂടുതൽ വിശദീകരിക്കുന്നത്. ആരാണ്? റോബർട്ട് കെ മർട്ടൻ. മർട്ടൻ പറയുന്ന അനുസരിച്ച് അംഗമാകാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പാണ് റഫറൻസ് ഗ്രൂപ്പ്. നമ്മൾ ഇതിൽ വേണ്ട എനിക്ക് അതിലാണ് അംഗമാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതിനെയാണ് മർട്ടൻ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ റെഫർ ചെയ്യുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇത് ചിലപ്പോൾ സാങ്കല്പികമാവാം. നമ്മൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലാവാമായിരുന്നു, അപ്പോൾ അതൊരു സങ്കല്പമല്ല, അങ്ങനെയും ആവാം ഒരു റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഗ്രൂപ്പിലെ അംഗം മറ്റൊരു ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഗ്രൂപ്പ് എന്തായി മാറും? റെഫറൻസ് ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ വ്യക്തികൾ മറ്റു വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും മൂല്യങ്ങളും മാനദണ്ഡങ്ങളും സ്വയം വിലയിരുത്തുന്നതിനും മനോഭാവ രൂപീകരണത്തിനും വേണ്ടി സ്വീകരിക്കുമ്പോൾ അതൊരു റെഫറൻസ് ഗ്രൂപ്പായിട്ട് മാറുകയാണ്. ഇനി റെഫറൻസ് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉണ്ട്, അതൊരു പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 1, വ്യക്തികൾ മറ്റു വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും മൂല്യങ്ങളും മാനദണ്ഡങ്ങളും സ്വീകരിക്കും. രണ്ടാമത്തൊന്നത്, ഒരു വ്യക്തി മറ്റു വ്യക്തികളുടെ ഗ്രൂപ്പുകളുടെ പെരുമാറ്റം അനുകരിക്കാൻ ശ്രമിക്കും. 3, ഒരു താഴ്ന്ന ജാതി വിഭാഗത്തിലെ ഗ്രൂപ്പുകൾ ഉന്നത ജാതിക്കാരെ അനുകരിക്കാൻ ശ്രമിക്കും. 4, ഒരു ഗ്രൂപ്പിനേക്കാൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ദുർബലമാണ് അഥവാ പോരാത്തതാണ് എന്ന തോന്നലിൽ നിന്നാണ് റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കാനോ റെഫറൻസ് ഗ്രൂപ്പിലേക്ക് മാറാനുമുള്ള തോന്നൽ ഉണ്ടാകുന്നത്. ഇത്രയാണ് സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ച് കേട്ടോ. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പാണ് കാര്യമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതുകൂടാതെ സംനറുടെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ. അതേപോലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ് ആരുടെയാണ്? സോറോക്കിനിൻ്റെയും മില്ലറിൻ്റെയും ക്ലാസിഫിക്കേഷനാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷന്, ഗ്രൂപ്പുകളുടെ ഓരോന്നിൻ്റെയും പ്രാധാന്യം, ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. 4 മാർക്കിനാവാം, ചിലപ്പോൾ എസ് ആയിട്ടാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് എഴുതേണ്ടി വരും. 2 മാർക്കിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പഠിക്കുക. താങ്ക്സ്.